സ്കൂളൊക്കെ കൂടിയുള്ള എല്ലാരും ഉണ്ട് കേട്ടോ. ജാസ്മിനും സൂലും നെജിത്തിയും എല്ലാരും ഉണ്ട്. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുത്താണ്. ഇവിടെ മഫിൻസ് ഒക്കെ വെച്ച് ഒറ്റയ്ക്ക് ഇൻസ്റ്റഗ്രാം. ഓക്കെ, ഞാൻ ഹംസ, അപ്പൊ അങ്ങനെ നമ്മള് നാളെയാണ് ഞാൻ മുന്നേ നമ്മള് വീഡിയോയിൽ പറഞ്ഞു നമ്മള് ലേഡി ഓഫ് കേരള സീസൺ 2 പോണത് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ പെട്ടി പാക്കിംഗ് ആണ് നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നാളെ ഒരു 3 മണിക്ക് മുതലാണ് ഷോ തുടങ്ങുക. അപ്പൊ നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് പോവും. ഇവിടെ സ്കൂളൊക്കെ കൂടിയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. ജാസ്മിനും സൂലും നെജിത്തിയും എല്ലാവരും ഉണ്ട്. പക്ഷെ എന്താ പറയാ, എല്ലാവരും ഉള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അപ്പത്തിനും മങ്കടേന്ന് വന്നപ്പത്തിനും പിന്നെ ഈ ഒരു ഓട്ടത്തിലായിരുന്നു. ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ഒച്ച, താഴത്ത് ഭയങ്കര ഒച്ചയാണ് കുട്ടികളൊക്കെ ഉള്ള. അപ്പൊ ഞാൻ ഈ പെട്ടിയൊക്കെ ഇപ്പൊ പുതിയത് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു പ്രിപ്പറേഷനിൽ അതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് എന്തായാലും ഒരു പാക്കിംഗ് വ്ളോഗെങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ എടുക്കാണ്. അപ്പൊ ഇന്ന് 28 ആണ് കേട്ടോ. നാളെ 29 മോർണിംഗ് ഒരു 10 o'clock ഞാൻ പോവും. ഷൊർണൂർ പോവും. ഷൊർണൂരിൽ നിന്ന് കാലിക്കറ്റിക്കാണ് പോകുന്നത്. കാലിക്കറ്റാണ് പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ പെട്ടിയാണ്. മറ്റു പെട്ടി കുറച്ച് വലുതല്ലേ. എന്നിട്ട് അതിന്റെ കുറച്ച് കുഞ്ഞു പെട്ടി വാങ്ങിച്ചാൽ പെട്ടിക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു വീഡിയോ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞു വീഡിയോ ഒന്ന് കാണിച്ചു തരാട്ടോ. ഈ പെട്ടി കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ചോദിക്കും ഇത് എവിടുന്നാ വാങ്ങിച്ചത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ടോ. സത്യം പറഞ്ഞാൽ പാക്ക് ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഓർത്തത് അപ്പോൾ എൻ്റെ പെട്ടി കുറച്ചുകൂടി വലുതാണ്. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള പെട്ടി വാങ്ങിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഉണ്ണിമോനോട് ചോദിച്ചപ്പോൾ അവനാ പറഞ്ഞത് പട്ടാമ്പി ഇങ്ങനെ ഒരു ഷോപ്പുണ്ട്, അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പെട്ടീനെ അവിടെ നിന്ന് കിട്ടി. അതുപോലെ സൈഡ് ബാഗും കൂടി വാങ്ങിച്ചു. ഇത് നമ്മൾ മേലെ പട്ടാമ്പി റിലൈക്ക് ബാഗ്, അതാണ് ഈ ഷോപ്പിൻ്റെ പേര്. നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1-2 കാഷ്വൽ ടോപ്പ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ട്രെൻഡ്സിൽ പോയിട്ടോ. ഇത് കൊപ്പൻസ് മാളിലെ ട്രെൻഡ്സിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ buy 2 get 2 ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഏതെങ്കിലും 2 ഡ്രസ്സ് എടുത്താൽ ഒരു 2 ഡ്രസ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നു അങ്ങനെ വിചാരിച്ച സാധനങ്ങളൊക്കെ കിട്ടി. പിന്നെ കുട്ടികളുടെ പുറത്ത് വന്നാൽ പിന്നെ നെക്സ്റ്റ് ഫുഡാണല്ലോ. അപ്പോൾ ഞങ്ങൾ സ്നാക്കിലൊക്കെ പോയി ചെറുതായിട്ടൊരു സ്നാക്കും ഒക്കെ കഴിച്ചു. വീട്ടിൽ ജാസ്മിൻകുട്ടിയും സൂലും നെജീസും ഒക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ നമ്മൾ നെജിത്തെ ഫുള്ള് തകൃതിയായി സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെയല്ലേ നമുക്ക് പോകേണ്ട ദിവസം. അപ്പോൾ ഇത്ത ഫൈനൽ ഫിനിഷിങ് വർക്കിലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഷെഫ് കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പാക്ക് ചെയ്യാനിരുന്നത്. ഇത്ര ദിവസം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. ഈ പോണതിൻ്റെ ദിവസം എന്താ പറയുക, തലേ ദിവസമൊക്കെ ഒന്ന് ഓടി നടന്ന് പർച്ചേസ് ചെയ്യലൊക്കെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇപ്പോൾ ജസ്റ്റ് പോയി വന്നിട്ടേ ഉള്ളൂ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. എന്നിട്ടാണ് പാക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നിരിക്കുന്നത്. അപ്പം അത് പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഒരു ഇത് നമ്മളെ കയ്യിൽ തന്നെ ഉള്ളതുകൊണ്ട് ഒക്കെ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളൊരു ഇത് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യാം ഒരു അതും കൂടി വിചാരിച്ചിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷെഫ് കുട്ടിനൊക്കെ ഞങ്ങൾ പോയി വന്നപ്പോൾ ഇപ്പോഴാണ് വന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇതൊക്കെ എനിക്ക് കവറിലാക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. ഡ്രസ്സ് രജിത്ത് അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ എഴുതി വെക്കൂട്ടോ എപ്പോഴും എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള ലിസ്റ്റ് എപ്പോഴും എഴുതി വെക്കാറുണ്ട്. അപ്പോൾ അതുപോലെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഷാമ്പും കണ്ടീഷണറും ഒക്കെ അവിടെ ഉണ്ടാവും. എന്നാലും ഞാൻ നമ്മുടെ അടുത്തുള്ളത് എപ്പോഴും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇതൊരു ബോഡി സ്പ്രേ ഉണ്ട്, ഡിയോഡ്രൻ്റ് ഉണ്ട്. പിന്നെ ഇതാണ് ഷാമ്പും കണ്ടീഷണറും നമ്മൾ കൊണ്ടുപോകുന്നത്. ഹോട്ടലിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മളത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സേഫ് ആണല്ലോ. മുന്നേ കാണിച്ചു തന്നിട്ടുള്ള ഷാമ്പും കണ്ടീഷണറിൻ്റെ ആണ് കേട്ടോ. ഇത് ഒണിയൻ്റെ ആണ്, മാമാരത്തിൻ്റെ ഒണിയൻ ഷാമ്പു ആൻഡ് കണ്ടീഷണർ ആണ്. ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഭയങ്കര ടെൻഷൻ തരുന്നൊരു സാധനം തന്നെയാണ്. അല്ല, ഒരു 50 മുതൽ 100 മുടി വരെയൊക്കെ എപ്പോഴും മുടി കൊഴിയും. വീണ്ടും റീഗ്രോത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് അറിയില്ല. പക്ഷെ അതിൽ കൂടുതൽ മുടികൾ കൊഴിയാൻ തുടങ്ങുമ്പോൾ ഡെയിലി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ മുടി ചീകുമ്പോൾ ചീർപ്പിലറച്ച് മുടിയായിരിക്കും. നമ്മൾ കിടന്നടിക്കുമ്പോൾ നമ്മൾ പില്ലോമ മുടി ഉണ്ടാവും. അങ്ങനെ നോക്കുന്നിടത്ത് പിന്നെ അടിച്ചു വരുമ്പോഴേക്കാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നത്. നിലത്ത് കാണാൻ ഫുള്ള് മുടികൾ. അപ്പം ആ ഒരു സീസണിൽ നമ്മുടെ മുടി നല്ലോണം കൊഴിയുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. മുടി അയ്യോ എൻ്റെ മുടി മൊത്തം പോയല്ലോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ എപ്പോഴും മുടിനെ കെയർ ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും ഓരോ ഷാമ്പുകളും ഓരോ ഓയിലുകളും ഒക്കെ എപ്പോഴും എല്ലാവരും ട്രൈ ചെയ്യാറുണ്ടല്ലോ. അപ്പം ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരാൾക്ക് അത് യൂസ് ആയില്ലോ എന്ന് വിചാരിച്ച് വേറെ ആൾക്ക് യൂസ് ആവാതിരിക്കില്ല. കാരണം എല്ലാവരുടെ ഹെയർ ടൈപ്പും അവരുടെ ആ ഒരു ബോഡി ടൈപ്പും എല്ലാം വ്യത്യാസമാണ്. അപ്പം ഓരോ പ്രൊഡക്റ്റും എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിക്കോളണമെന്നില്ല. പക്ഷെ ചിലർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന നല്ല പ്രൊഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതുപോലത്തെ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ഒക്കെ എപ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്.
കാരണം ചിലർക്ക് അത് ഓക്കെ എനിക്ക് വർക്ക് ആയി എന്ന് പറയും, ചിലർക്ക് വർക്ക് ആയില്ല എന്ന് പറയും. അത് കോമൺ ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരാണ് കേട്ടോ. ബാക്കി അതിന്റെ റിസൾട്ടൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും. ഓയിലിന്റെ പരസ്യം ചെയ്യുന്ന വീടുകളിലൊക്കെ എപ്പോഴും ചോദിക്കും ഏത് ഷാമ്പൂ നല്ലതെന്ന് എപ്പോഴും ചോദിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂകളാണ് എപ്പോഴും നല്ലത്. അതാകുമ്പോൾ നമ്മുടെ മുടിക്ക് വലിയ കേടൊന്നും ഉണ്ടാവില്ല. കാണുന്ന ഷാമ്പു മുഴുവൻ ഉപയോഗിക്കരുത്, കാരണം ചിലപ്പോൾ അതിലൊക്കെ നല്ല കെമിക്കൽസ് ഉണ്ടാവും, മുടി ഒന്നും കൂടി ഡ്രൈ ആവും, പൊട്ടുമൊക്കെയാണ് ചെയ്യുക. ഇതുപോലെ മാമാർത്തിന്റെ ഷാമ്പു എപ്പോഴും പിന്നെ നല്ല മൈൽഡാണ്, കാരണം പാരബൻ ഫ്രീ ആണ്, സിലിക്കൺ ഫ്രീ ആണ്, കെമിക്കൽ ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് മാമാർത്തിന്റെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഷാമ്പു ഭയങ്കര സേഫ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ മാമാർത്തിന്റെ. ഇതെന്ന് പറയുമ്പോൾ ഓണിയൻ ഷാമ്പു ആണ്. ഇപ്പൊ നമ്മൾ ഈ ഓണിയന്റെ നീരൊക്കെ എപ്പോഴും മുടിക്ക് നല്ലതാണല്ലോ. ഓണിയന്റെ നീര് മാത്രം എടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്തിട്ടൊക്കെ കഴുകി കളയും, ഹെയർ ഫോൾ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട്. അതിനൊന്നും സമയം കിട്ടാറില്ല. ആദ്യമൊക്കെ അത് അറിഞ്ഞ സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഓണിയന്റെ നീരെടുക്കാനും തേക്കാനും. ഇപ്പൊ അതിനൊന്നും ആർക്കും സമയമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതുപോലെ ഓണിയന്റെ കംപ്ലീറ്റ് എക്സ്ട്രാക്ട് വരുന്ന ഷാമ്പുവും അതുപോലെ ഓണിയന്റെ ഓയിലും ഒക്കെ ഉണ്ട് മാമർത്തിന്. നല്ല ഗുണം ചെയ്യുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. ഞാൻ ഷാമ്പു മേടിക്കുമ്പോൾ അധികം എപ്പോഴും മാമർത്തിന്റെ ഷാമ്പുകളാണ് വാങ്ങിക്കുക. പ്രാവശ്യം ഈ ഷാമ്പു കണ്ടീഷണറാണ് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ട് മേടിച്ചത്. ഇതിന്റെ പാക്കിങ് നല്ല അടിപൊളിയാണ്. ഇത് ഇവിടെ തന്നെ ഇട്ട് വെച്ചാൽ ലോക്കാണ്, അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും സൂക്ഷിച്ചു വെക്കും, കാരണം പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഷാമ്പുവിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ ഓണിയൻ ആൻഡ് പ്ലാൻ കെരാറ്റിൻ ആണ് കേട്ടോ. രണ്ടും നമ്മളെ ഹെയറിന് എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും തരുന്ന കണ്ടന്റുകളാണ് കേട്ടോ. മാമാർത്ത് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനുള്ള ബ്രാൻഡാണ്, നമുക്ക് വിശ്വാസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രാൻഡാണ്, കാരണം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ. അതുപോലെ പാരബൻ ഫ്രീ പ്രൊഡക്ട്സ് ആണ് കംപ്ലീറ്റ്. മാമാർത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. ഓണിയൻ എക്സ്ട്രാക്ട് ഒക്കെ തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലല്ല, കാരണം അപ്പോൾ ആ സ്മെല്ല് ഭയങ്കര ഒരു ഓണിയന്റെ സ്മെല്ലുണ്ടാവും. പക്ഷെ ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ. കേട്ടോ, ഇത് കുറച്ച് ലൂസി ആയിട്ടുള്ള ഒരുപാട് തിക്കനല്ലാത്തൊരു ഷാമ്പൂ ആണ് കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ട്, എനിക്കിഷ്ടമാണ് ഇതിന്റെ സ്മെല്ല് കേട്ടോ. പിന്നെ ഈ ഷാമ്പു എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യരുത്. ഇതിപ്പോൾ മൈൽഡ് ഷാമ്പു ആണെങ്കിൽ പോലും ഇത് ഡയറക്റ്റ് നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. എപ്പോഴും ഷാമ്പു കുറച്ച് വെള്ളത്തിൽ കലക്കി ഡയല്യൂട്ട് ചെയ്തതിന് ശേഷം തലയിൽ ഉപയോഗിച്ചാൽ മതി. അതിന് ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 3 തവണ 4 തവണ നമ്മൾ ഷാമ്പു ചെയ്തിട്ട് മുടി കഴുകിയാൽ മതി. മുടിയല്ല, ശരിക്കും സ്കാൾപ്പിൽ കഴുകാൻ വേണ്ടിയിട്ടാണ് ഷാമ്പു യൂസ് ചെയ്യേണ്ടത്. മുടിയിൽ ഒരുപാട് ഇങ്ങനെ ഷാമ്പു ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ എപ്പോഴും ഈ പൊല്യൂഷന്റെ ഒക്കെ കാരണം നമ്മുടെ തലയോട്ടിൽ ഇങ്ങനെ ചളി അടിഞ്ഞു പോയിട്ടാണ് താരന് പോലത്തെ പ്രശ്നങ്ങളും അതുവഴി ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ സ്കാൾപ്പ് നല്ല വൃത്തിയായിട്ടിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ മൈൽഡ് ഷാമ്പുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടീഷണർ ഹെയറിൽ യൂസ് ചെയ്യുന്നതാണ് പലർക്കും ഇപ്പോഴും അറിയില്ല എന്തിനാണ് ഹെയറിൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. ശരിക്കും കണ്ടീഷണർ ഉള്ളത് സ്കാൽപ്പിന് വേണ്ടിയിട്ടല്ല, ഹെയറിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ചില ഷാമ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചിലപ്പം നമ്മളെ ഹെയർ ഭയങ്കര ഡ്രൈ ആയി പോകും. പ്രത്യേകിച്ച് ഇച്ചിരി ഡ്രൈ സ്ട്രക്ചറുള്ള ഹെയർസിന്, എന്റെ ഹെയർ ഒക്കെ ഞാൻ എത്ര ഷാമ്പു എന്ന് തേച്ചാലും ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള സ്ട്രക്ചറാണ് എനിക്ക്. അപ്പം ഈ ഹെയറിനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് മാമാർത്തിന്റെ ഓണിയൻ കണ്ടീഷണർ ആണ്, പാരബൻ ആൻഡ് സിലിക്കൺ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നന്നായിട്ട് ഷാമ്പു ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മുടിയിലത്തെ കുറച്ച് വെള്ളം ഒന്നിങ്ങനെ മുടി നല്ല പിഴിഞ്ഞിട്ട് വെള്ളം കളയുക. അതിനുശേഷം നമ്മൾ കണ്ടീഷണറും ഇതുപോലെ കുറച്ച് കയ്യിലേക്ക് എടുത്തിട്ട് അത് ഹെയറിൽ അപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. 3 മിനിറ്റ് നേരം ഇങ്ങനെ കംപ്ലീറ്റ്ലി ആക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പൊ ഹെയർ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 3 തവണ ഒക്കെ ചെയ്താൽ മതി. ഡെയിലി യൂസ് ചെയ്യേണ്ട സാധനമൊന്നുമല്ല, ഒരു 2-3 തവണ ആഴ്ചയിൽ ചെയ്താൽ തന്നെ മുടി നല്ലൊരു സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ ഇതിലും ഓണിയൻ എക്സ്ട്രാക്ട് ആയതുകൊണ്ട് തന്നെ ഹെയർ ഫോൾ 90% കുറക്കുന്നതാണ് കേട്ടോ ഇവർ പറയുന്നത്. 90% ഹെയർ ഫോൾ കുറച്ച് മുടിയെ സ്ട്രോങ് ആക്കുന്നതാണ് പറയുന്നത്. അപ്പൊ എന്തായാലും മൈൽഡ് ഷാമ്പൂ വേണ്ടവർക്ക് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യാണ്. ഈ കണ്ടീഷണർ നല്ല തിക്കായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പും കണ്ടീഷണറും നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓണിയൻ ഷാമ്പു കണ്ടീഷണർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പൊ ഇതിപ്പോ ഒരുവിധം നമ്മുടെ നിയർ ബൈ ഉള്ള ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ഇവിടെ പട്ടാമ്പിലൊക്കെ ഒരുപാട് ഷോപ്പുകളിൽ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. പിന്നെ അതല്ലാതെ മാമാർത്തിന്റെ തന്നെ ആപ്പും ഉണ്ട് കേട്ടോ. മാമാർത്തിന്റെ ആപ്പിലാകുമ്പോൾ ഒരുപാട് അതിന്റെ ഡിസ്കൗണ്ടുകളും എല്ലാ പ്രൊഡക്ട്സിനൊക്കെ പരിചയപ്പെടാനൊക്കെ അടിപൊളി ആപ്പാണ് ബൈ ചെയ്യാനൊക്കെ. ഇനി അതെല്ലാം നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആമസോൺ, നൈക്ക, പർപ്പിൾ ഇതിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ മാമാർത്തിന്റെ ബേബി പ്രൊഡക്ട്സ് ആണെങ്കിൽ ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും മാമാർത്തിന്റെ ആപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ഉപയോഗിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ. കൂടെ നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% കൂടി ഓഫ് കിട്ടും കേട്ടോ. പിന്നെ ഇതാ പെട്ടിയുടെ കൂടെ ഇതാ ഇങ്ങനത്തെ ഇങ്ങനത്തെ ബാഗ് മേടിച്ചു. എന്താ പറയാ, സൈഡിൽ മാത്രമേ നല്ല കംഫർട്ട് അല്ലേ. ട്രെയിനിലൊക്കെ അല്ലേ യാത്ര ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വാപ്പില്ലാതെ ട്രെയിനിൽ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഷോയിൽ ഇതാ നമ്മളെ ഫസ്റ്റ് റണ്ണറും സെക്കൻഡ് റണ്ണറും ആയ ഈ 2 കൂട്ടുകാരികളുണ്ട് കേട്ടോ. അവര് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്, കൊച്ചി ടു കാലിക്കറ്റ്. അപ്പൊ ആ ട്രെയിനിലാണ് നമ്മളും കയറുന്നത്.
അപ്പൊ അവരുള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ വാപ്പ നോക്കിയാൽ കുഴപ്പമില്ല. എപ്പോഴും ഞാൻ വാപ്പനോട് ട്രെയിനിൽ പോകാറുള്ളൂ. പക്ഷെ അങ്ങനെയാണ് പോണേ. അപ്പൊ എന്നാലും ഇനി പെട്ടിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാം. എന്താ അവിടെ എക്സസൈസ് തിരക്കിട്ട് നേരത്തെ നാളെ 29th ഷെഫ് കുട്ടന്റെ ഹാപ്പി ബർത്ത്ഡേ ടു ഷെഫ് കുട്ടൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കേക്ക് ഒന്നും മേടിച്ചിരുന്നില്ല പറയാം ഞാൻ എല്ലാവരോടും. എല്ലാരും ഇല്ല ഞാൻ ഫസ്റ്റത്തെ ഒരു കൊഞ്ചു സ്ഥലം എടുത്തിട്ടുണ്ട് വരാം. നമ്മള് മെയിനാണ് ഗ്രേ കളർ കവർ കൊടുക്കുന്നില്ലേ ഇങ്ങോട്ട് അതാ ഒന്ന് കൊടുക്കുന്നു താഴത്ത് കഴിക്കിട്ട് നീലറോപ്പിലുണ്ടോ ഒരു ഗ്രേ കളർ. നമുക്ക് മെയിൻ ഡ്രസ്സ് നമ്മളെ നെജിറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന്റെ വർക്ക് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അയൺ ചെയ്തിട്ട് വേണം പെട്ടിയിൽ വെക്കാൻ. വേറൊരു ഡ്രസ്സ് ഉണ്ട് ഇങ്ങനെ ഡ്രസ്സ്. ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഡിസൈൻ തന്നതാണ് കേട്ടോ. ഇത് ഞാൻ എടുക്കലുണ്ട്. നമുക്ക് 3 ദിവസത്തെ പ്രോഗ്രാം ആയതുകൊണ്ടേ ഇത് എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനർ വേറെ ആണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇതൊക്കെ ഇതിൽ മടക്കി ഇവിടെ ഒന്നുകൂടി അയൺ ചെയ്യണം തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി അയൺ ചെയ്തിട്ട് എടുത്ത് വെക്കാം. നല്ല രസമുള്ളൊരു ഡിസൈനർ ചുരിദാറായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇടാനോ ഒന്ന് അയൺ ചെയ്തിട്ട് വെക്കാം. കുറച്ച് സാധാരണ ഇടാൻ വേണ്ടിയിട്ടുള്ള ടീഷർട്ടും പാൻറ്റും ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ച പാൻസ് ആണ്. ഒരു കോട്ടൻ്റെ പാൻറ്റാണ്. നല്ല സൈസൊക്കെ ലൂസുള്ള പാൻറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെന്ത് പാൻറ്റായിരുന്നു? കാർഗോസ് പാൻറ്റല്ല, ജീനല്ല, നല്ല കോട്ടൻ്റെ കോട്ടൻ്റെ പാൻറ്റാണ്. നമുക്ക് റൂമിൽ 2-3 ദിവസം സ്റ്റേ ചെയ്യണമല്ലേ. അപ്പോൾ കുറച്ച് ടീഷർട്ട്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ സ്റ്റുഡിയോന്ന് മേടിച്ചാൽ മതി. ടാഗ് കുറച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഞാനിങ്ങനെ കുറച്ച് സിമ്പിൾ ടീഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് റൂമിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെ ആവുമെന്നൊന്നും അറിയില്ല. എന്തിനൊക്കെ സമയം കിട്ടും ഒന്നും അറിയില്ല കേട്ടോ. ഒക്കെ പോയാലുള്ളൂ, ഒരു ഐഡിയ ഇല്ല. ഇത് പിന്നെ ഞാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഇത് സ്റ്റുഡിയോന്നാണ് എടുത്തത്. ഫുൾ ലെങ്ത് ഉള്ളൊരു അല്ല ഇത് ട്രെൻസിൽ നിന്നല്ല എടുത്തത്. ഇത് ട്രെൻസിൽ നിന്നാണ് എടുത്തത്, സ്റ്റുഡിയോ അല്ല. ഓക്കെ, ഇതിങ്ങനെ ഒരു നല്ലൊരു ഫുള്ളിലെ ഒരു ഫ്രോക്കും അതിൻ്റെ പുറത്തിടുന്നൊരു ഷർട്ടാണ്. നമ്മൾ കോട്ട് പോലെ ഇടും. പിന്നെ അതേതൊക്കെ ഒരു ഷാളും. ഇതിങ്ങനെ ഞാൻ സെറ്റാക്കി ട്രെൻസിൽ നിന്ന് വാങ്ങിയത്. ഇതാണ് നമ്മൾ നാളെ പോകുമ്പോൾ ട്രെയിനിലൊക്കെ പോകുമല്ലോ. അപ്പോൾ കംഫർട്ട് ഇടാൻ വേണ്ടി വാങ്ങിച്ചാണ് കേട്ടോ. ഇതോ ഇത് റബ്ബറുകളാണ്. പൗച്ചിൽ എന്താ വെക്കണമെന്നൊക്കെ പൗച്ച് ഇതാക്കി വെച്ചിട്ട് കാണിച്ചു കൊടുക്കാം. എന്തൊക്കെ പിന്നെ അതായത് എനിക്ക് ഷാജി സൗകര്യം കൊണ്ടുവന്നോ എപ്പോഴും അടിച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് അല്ല കേട്ടോ. എപ്പോഴും നമുക്ക് വിയർപ്പിന് 3 സ്വിച്ച് ഉണ്ട്. നല്ല കാറ്റുണ്ട്. അടിപൊളി സാധനം, നല്ല യൂസ്ഫുൾ ആയി. ഇപ്പോൾ ഇതെന്തായാലും ബാഗിൽ വെക്കുന്നത്. അവിടെ നിന്ന് ബിരിയാണി ഒക്കെ കാത്ത് നമുക്ക് ചോറ് കഴിച്ചിട്ടാവും. കുറച്ച് സാധനം കൊണ്ടുവരുന്നുണ്ടാവും ബാക്കി. കൂട്ടം ജോലിയുണ്ട് ഗൈസ്. പാക്കിങ് കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ ഉണ്ടെന്നിട്ട് അതിൻ്റെ ഇടയിൽ തിരക്കിട്ടപ്പോൾ നെയിം പ്ലേസ് തിങ് കളിക്കണം. നേരത്തെ കിടന്നുറങ്ങണം, രാവിലെ എണീച്ച് പോകണം. 4 എൻ്റർടൈൻമെൻറ്റ് മുഖ്യം. ഇവരെന്താ മറ്റേ ലെഡ്ജറും മറ്റേ ഇതൊക്കെ ടാലി ആക്കണ പോലത്തെ കള്ളിയൊക്കെ വരച്ചിട്ടുണ്ട്. തീർക്കാനല്ലേ മുന്നൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ എന്തെങ്കിലും കളിക്കുമല്ലോ. ഈ കള്ളൻ പോലീസ്, അതുപോലെ ഇതുപോലെ പേര് സ്ഥലം അതൊക്കെ എഴുതിയിട്ടുള്ള കളികൾ. പിന്നെ ഒരുപാട് പേരുകൾ ഇങ്ങനെ കോർത്തു വെക്കണം. ഞങ്ങൾ സരിത നട്ട കളിക്ക് പറയാം. അങ്ങനത്തെ ഒരുപാട് കളികൾ നമ്മൾ കളിക്കും. ഇപ്പം പിന്നെ അതൊന്നും ഇല്ല, എല്ലാം ഫോണിലാണ്. എല്ലാവരും വന്നാൽ പിന്നെ ഫോണാണ് നെക്സ്റ്റ്. അപ്പം ഞങ്ങൾ അതിനൊരു വ്യത്യസ്തമായിട്ട് വീണ്ടും കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ കളിച്ചത്. അറിയാം, ടിക് ടിക് 8 9 ഞാൻ ഹംസ, ഹിമാലയ, ഞാൻ ഹരിന്റെ അതേപോലെ ഹരിയാന, ഞാൻ ഹിമാലയ. ഉള്ളിലുണ്ടല്ലോ ഞാൻ ഹെയർ ക്ലിപ്പ് ആരും എഴുതിയില്ലല്ലോ. അത് എഴുതിയോ? പിന്നെ അത് കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്ന് December 29th ആണ് കേട്ടോ. നമ്മുടെ ഷെഫ് കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ അവനറിയാതെ ഉണ്ണിമ വന്നപ്പം അവനെ കൊണ്ടൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് മുകളിൽ നല്ല കുഞ്ഞു കേക്കൊക്കെ മേടിച്ച് ഭയങ്കര ഷൂട്ടിലാട്ടോ. ഇൻസ്റ്റാഗ്രാമിലേക്ക് സ്റ്റോറി ഇട്ടിട്ട് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് മുകളിൽ നല്ല ഷൂട്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി അവന് പോയിട്ട് കുഞ്ഞ് സർപ്രൈസ് കൊടുത്ത സീനാണ് കേട്ടോ.
ഇവിടെ ആരാ പെരേരെ ഇവിടെ നല്ല റീൽസ് ഷൂട്ടിങ്ങിലാണ്ടാ ചെറുകന്റെ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കേക്ക് കൊടുത്താണ്. ഇവിടെ മഫിൻസ് ഒക്കെ വെച്ച് ഒറ്റക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല എടുക്കല റീൽസ്. എങ്ങനെയുണ്ട് എന്നെ കാണാൻ കൊള്ളാവോ? അതാ പുതിയ കിടത്തിക്ക് വേഗം ഇതൊക്കെ നമുക്ക് സർപ്രൈസ് കിട്ടി കൊടുത്തു വെക്കാം. ഏതാ പരാര ലുക്ക്? ബ്ലൗസ് ഒക്കെ തിയേറ്ററില് പൂത്തിലെത്തിച്ചു പറഞ്ഞ കേക്ക് നഷ്ടമാകും. കത്തിതാ 24 അപ്പൊ കത്തി തീരും കേട്ടോ. ബർത്ത്ഡേ ഗാനം പാടും. ചെറുക്കുള്ള പൈസ കൊടുക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബ്ലൗസ് ഒക്കെ ഇട്ടിരിക്കാ. ഹാപ്പി ബർത്ത്ഡേ അതെല്ലാരും കുട്ടി കൊടുത്തോളൂ. അതാ ആ കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കേക്കോട്ടുള്ളത്. മക്കൾക്ക് ഇന്ന് വരൂ കുഞ്ഞു കുട്ടികൾ വരൂ. ഓക്കെ അങ്ങനെ ബർത്ത്ഡേ പൊളിച്ചിരിക്കുകയാണ് ഗായ്സ്. അതെ എന്നാ കേക്ക് വേഗം വെട്ടിക്കുട്ടിക്കൂടി. കണ്ണട വെച്ചിട്ട് കണ്ണു ചിക്കൻ കൂടിയുള്ളത് കുട്ടികളൊക്കെ ഗിഫ്റ്റ് ഉണ്ടേ. ഇതൊക്കെ പൊട്ടിച്ച് തന്നിട്ടുള്ളൂ. അതാ എന്തൊക്കെ എഴുതിക്കണല്ലോ? എന്താ എഴുതിന്? തൊപ്പിയും എന്തൊക്കെ കയ്യിൽ മേടിക്കണം കാണുമ്പോ അതാ എന്താ മേലെന്താ എഴുതിന്? അതാരാ എഴുതി? ഞാൻ കൊറേ ഡൗട്ടുകൾ അടിച്ചു. എന്തൊക്കെയോ മണക്കുണ്ട്. കൊണ്ടുകൊണ്ടാണ് നമ്മ കേക്കൊക്കെ പൊട്ടിക്ക കഴിക്കാം. എല്ലാം നമ്മള് മായ. ഓക്കെ ബോയ്സ്, സന്തോഷം. അപ്പൊ ഞാൻ ഒറ്റ മോനായിട്ടുള്ള അവസാനത്തെ ബർത്ത്ഡേ ആണ്. അടുത്ത പ്രാവശ്യം മുതൽ ബർത്ത്ഡേ ആഘോഷങ്ങളുണ്ട്. അതെ 24 വർഷം വിജയകരമായി പൂർത്തിയാക്കി. ഇന്നും അതിന് വേഗം വാങ്ങിട്ടേ. അപ്പൊ അത്രയൊക്കെയുള്ള ഈ വ്ളോഗിലെ വിശേഷങ്ങള്. അപ്പൊ ഇനി അടുത്ത വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലീഡി ഓഫ് കേരള സീസൺ 2 പോയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ ഉള്ള അടുത്ത അടിപൊളി വ്ളോഗുമായിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ.